ശബരിമലയിലെ ദ്വാരപാലക പീഠം കാണാതായ സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി. വിരമിച്ച ജില്ലാ ജഡ്ജി അന്വേഷണത്തിന് നിയോഗിച്ചു. സ്പോൺസറുടെ സഹോദരിയുടെ വീട്ടിൽ പീഠം കണ്ടെത്തിയതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നാണ് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും നിലപാട്. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയ സ്വർണ്ണപ്പാളികൾ സ്ഥാപിക്കാനും ഹൈക്കോടതി അനുമതി നൽകി. പീഠം സമർപ്പിച്ചെന്ന് അവകാശപ്പെടുന്ന സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വെഞ്ഞാറമുട്ടിലെ വീട്ടിൽ നിന്നാണ് ദേവസ്വം ബോർഡ് പീഠം പിടിച്ചെടുത്തത്. പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് വീട്ടിൽ കൊണ്ടുവച്ചതെന്ന് കുടുംബം സ്ഥിരീകരിക്കുന്നു. എന്താണെന്ന് പറഞ്ഞാൽ അതായത് 25-ാം തീയതി വ്യാഴാഴ്ച വെളുപ്പിന് നേരം വെളുത്ത് വരുന്ന സമയത്ത് അനിയനും മറ്റേ വേറൊരാളൂടെ അവൻ അങ്ങ് ബാംഗ്ലൂർക്ക് പോവായിരുന്നു രാവിലെ. അപ്പോൾ ഈ ഒരു സാധനം സീൽ ചെയ്ത ഒരു സാധനം ഇവിടെ കൊണ്ടുവന്നു. ഷീൽഡാണെന്ന് പറഞ്ഞു. സാധാരണ അമ്പലത്തിലേക്കൊക്കെ ഉള്ളതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കും. വരുന്നവരാരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോകും, അങ്ങനാണ്. പക്ഷെ ഇത് പിന്നെ അപ്പോൾ അന്ന് ആരും വന്നില്ല, ഇന്നലെയും വന്നില്ല. അപ്പൊ ഇന്നലെ വൈകുന്നേരം ഇവര് വന്നിട്ട് ഇങ്ങനെ, അപ്പൊ ഞാൻ അവനെ ഉടനെ വിളിച്ചു ചോദിച്ചു. അപ്പൊ പറഞ്ഞത് സാധനം ഇങ്ങനെ വേറൊരാളിന്റെ കയ്യിലാണ് ഇരുന്നത്, നമ്മൾ അറിയുന്നില്ല ഇത് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നും. ഇത് 3-4 വർഷം മുമ്പ് ചെയ്ത ഒരു കാര്യമാണ്. പിന്നെ ഇത് ഇപ്പൊ ഇങ്ങനെയൊക്കെ വന്നു, അത്ര തന്നെ. നമ്മള് ഇപ്പൊ സാധനങ്ങള്, പൂജാദ്രവ്യങ്ങളായാലും ഷീൽഡായാലും പിന്നീട് എന്തായാലും കൊണ്ടുവരുമ്പോ നമ്മളിത് എടുത്തു വയ്ക്കും. വേറൊരാൾ വന്ന് കൊണ്ടുപോകാറുമുണ്ട്, പറയുന്നവര് തന്നെ കൊണ്ടുപോകാറുണ്ട്. പക്ഷെ ഇതിപ്പോ ഇങ്ങനെയൊക്കെ ഉള്ളതാണെന്നുള്ളത് എത്രത്തോളം. എൻ്റെ അളിയനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. പല സാധനങ്ങളും കൊണ്ടുവയ്ക്കും, പൂജാ സാധനങ്ങൾ കൊണ്ടുവയ്ക്കാറുണ്ട്, അവൻ്റെ പേഴ്സണൽ ബിലോങ്ങിങ്സ് കൊണ്ടുവയ്ക്കാറുണ്ട്. കാരണം അമ്മ അവിടെ എത്തിക്കുകയുള്ളൂ. അപ്പോൾ ചിലപ്പോൾ പലർക്കും കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിവിടെ കൊണ്ടുവച്ചിട്ട് ഇന്നാരും ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോകും എന്ന രീതിയിൽ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള ഒരു ഐറ്റമാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ പിന്നീട് ഇത് ഇന്നലെ വിജിലൻസിൻ്റെ ആൾക്കാർ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ദേവസ്വം വിജിലൻസാണ് വന്നത്. അവരാണ് ഇങ്ങനൊരു പാക്കറ്റ് ഇവിടെ ഉണ്ട്, അവരെങ്ങനെ അറിഞ്ഞെന്ന് എനിക്കറിയില്ല ഇവിടെ കൊണ്ടുവച്ചത്. നമ്മളാരും ദേവസ്വം വിജിലൻസുകാർ ബന്ധപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത് ഇവിടെ കൊണ്ടുവച്ച ആൾ തന്നെ ആയിരിക്കും പറഞ്ഞത് കാണാൻ, അല്ലെങ്കിൽ പിന്നെ ദേവസ്വം വിജിലൻസ് ഇവിടെ വരേണ്ട കാര്യമില്ല. അവർ വന്നു, ഇതുപോലെ ഇവിടെ ഒരു ഐറ്റം ഉണ്ട് എന്ന് വൈഫിനോട് പറഞ്ഞപ്പോഴും ഞാൻ ആ സമയത്ത് ഞാനില്ലായിരുന്നു. ഇവർ കവറൊക്കെ പൊട്ടിച്ച് നോക്കിയതിന് ശേഷമാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇവർ ഇതെല്ലാം എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ദേവസ്വത്തിന്റെ വിജിലൻസിലുള്ള ആൾക്കാർ വന്ന് എടുത്തുകൊണ്ട് പോയി. സ്വർണ്ണപീഠം കാണാതായതിന്റെ പേരിൽ പടികെട്ട സർക്കാരിനും ദേവസ്വം ബോർഡിനും ആശ്വാസമാകുന്നതാണ് പുതിയ കണ്ടെത്തൽ. വലിയ ഗൂഢാലോചന പിന്നിലുണ്ടെന്നാണ് ബോർഡിന്റെയും സർക്കാരിന്റെയും സംശയം. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സാരംഗും, കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനും ചേർന്നുണ്ട്. ആദ്യം ആജ്ഞയിലേക്കാണ്. ആജ്ഞ, എന്തായാലും ഹൈക്കോടതി ഈ വിഷയത്തിൽ സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. റിട്ടയർഡ് ജില്ലാ ജഡ്ജിയാണ് അന്വേഷിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളിലേക്ക് ആയിരിക്കും അന്വേഷണം നടത്തുക? സർക്കാർ, ദേവസ്വം ബോർഡും സംശയിക്കുന്നത് പോലെ ഇതിന് പിന്നിലൊരു ഗൂഢാലോചന ഉണ്ടായിരുന്നോ? ടോം സൂചിപ്പിച്ചതുപോലെ ദേവസ്വം ബോർഡിനും സർക്കാരിനും ആശ്വാസകരമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ പോലും 1999 മുതൽ ഹാജരാക്കിയിട്ടുള്ള മഹസർ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം. അതുകൊണ്ട് തന്നെ തിരുവാഭരണവുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ കൈവശമുള്ള സന്നിധാനത്തുള്ള സ്വർണത്തിന്റെ കണക്കും കൃത്യമായി, അതിന്റെ മൂല്യം ഉൾപ്പെടെ കൃത്യമായി രേഖപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ രഹസ്യ സ്വഭാവം സൂക്ഷിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. റിട്ടയർഡ് ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടങ്ങുന്നത്. അതേസമയം ദേവസ്വം വിജിലൻസിന് അന്വേഷണം തുടരാമെന്ന് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ ഈ സ്പോൺസർഷിപ്പിലുള്ള ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ ചില ഇടപെടലുകളിൽ സംശയമുണ്ട് എന്നുള്ള, നല്ല ദുരൂഹമായ ഇടപെടലുകളാണ് എന്നും ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ അന്വേഷണം വേണം, കൂടുതൽ വ്യക്തത വേണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സ്വർണ്ണപ്പാളി, അതായത് ഇളക്കി കൊണ്ടുപോയി സ്വർണ്ണപ്പാളി പുനഃസ്ഥാപിക്കാനുള്ള അനുമതിയും കോടതി ഇതിനകം നൽകിയിട്ടുണ്ട്. ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് സ്വർണ്ണപ്പാളി അനുമതിയില്ലാതെ, അതായത് ദേവസ്വം കമ്മീഷണറുടെ അനുമതിയോടുകൂടി, മേൽനോട്ടത്തിൽ ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി വേണമായിരുന്നു സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോകാൻ. അത് മാത്രമല്ല, ശബരിമലയിൽ അല്ലെങ്കിൽ സന്നിധാനവുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ ദൈവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സ്വത്ത് വിവരങ്ങളുടെ കണക്കുകൾ കൈകാര്യം ചെയ്യേണ്ടത് ഹൈക്കോടതിയാണ്. പ്രത്യേകിച്ചും ദൈവം മൈനർ എന്നാണ് കണക്ക് ആക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ, ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണ പ്രകാരം മാത്രമേ അയ്യപ്പൻ്റെതായാലും ദേവസ്വത്തിൻ്റെതായാലും അതല്ലെങ്കിൽ അമ്പലങ്ങളുമായി, ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട സ്വത്ത് വിവരങ്ങൾ കൈകാര്യം ചെയ്യാൻ, അത് കൈമാറ്റം ചെയ്യാൻ, അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോകാൻ, വിലപിടിപ്പുള്ള വസ്തുക്കൾ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോകാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താണ് സംഭവിച്ചത്? എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ? അക്കാര്യം പരിശോധിക്കേണ്ടതാണ്. സാരംഗ്, ഇന്ന് രാവിലെ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ ഇക്കാര്യത്തിൽ പല സംശയങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തിനാണ് ഈ സ്പോൺസർ ഇത്
വീട്ടിൽ സഹോദരി വീട്ടിൽ കൊണ്ട് ഈ സ്വർണ്ണപീഠം വെച്ചത് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? തീർച്ചയായും ടോം, ഇത്തരത്തിൽ ഒരു ആരോപണം ഉയർന്ന സമയം തൊട്ട് തന്നെ ഇത്തരത്തിൽ സർക്കാരും ദേവസ്വം ബോർഡ് അടക്കം വളരെ പ്രതിസന്ധിയിലാണ്. കാരണം അയ്യപ്പ സംഘം അടക്കം നടത്തുന്ന സമയത്ത് ഇത്തരത്തിലൊരു ഈ ഒരു വിവാദം കൊഴുത്തു നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അത് മാത്രമല്ല, ഈ ദേവസ്വം പ്രസിഡന്റിന്റെയും ദേവസ്വം മന്ത്രിയുടെ അടക്കം പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഇതൊരു രാഷ്ട്രീയ അജണ്ടയോടുകൂടി നടത്തിയ ഒരു വിവാദമായിട്ടാണ് അവർ ഇതിനോട് നമ്മോടൊപ്പം പ്രതികരിച്ചത്. കാരണം വളരെയധികം വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. കാരണം 4 കിലോയോളം സ്വർണ്ണം ഇവിടെ നിന്നും, അതായത് ശബരിമല, അത് കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല, അവിടെ നിന്ന് 4 കിലോയോളം ഇത്തരത്തിൽ സ്വർണ്ണപീഠം എല്ലാം കാണാതാകുന്നു എന്ന് പറയുന്നതിൽ വളരെ വലിയ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ഘട്ടമായിരുന്നു അതൊക്കെ. കാരണം വിശ്വാസികളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. മാത്രമല്ല, അടുത്ത നിയമസഭാ ഇലക്ഷൻ അടുത്ത് വരുന്നു. ആ സമയത്ത് വിശ്വാസികളെ കൂടെ ചേർക്കാൻ അയ്യപ്പ സംഗമം അടക്കം നടത്തുന്ന സമയത്താണ് ഇത്തരത്തിൽ വലിയൊരു വിവാദം കൊഴുത്തു വന്നത്. അതിൽ ഇപ്പോൾ സർക്കാരിന് ഒരു പരിധിവരെ ആശ്വാസം നൽകിയിട്ടുള്ളൊരു കണ്ടെത്തലാണ് കോടതിയുടെയും മറ്റ് ദേവസ്വം വിജിലൻസിന്റെയും അടക്കം. കാരണം ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തന്നെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തുന്നു. ഈ ഒരു പരാതിക്കാരൻ തന്നെ ഇത് ഒളിപ്പിച്ചു വെച്ച തരത്തിലുള്ള കാര്യങ്ങൾ നീങ്ങുന്നു. ഇതിന്റെ പിന്നിലുള്ള ഒരു പിന്നാമ്പുറത്ത് നടന്ന കഥ, ഇതിലൊരു ഗൂഢാലോചനയുണ്ടോ, ഇതിൽ മനഃപൂർവ്വം ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ച് ഇത് 2019 തൊട്ടുള്ള ഒരു വിഷയമാണ്. അത് ഈ സമയത്ത് കൃത്യമായി ഉയർത്തിക്കൊണ്ടുവന്നത് എന്തിനാണ് എന്നടക്കമുള്ളത് ഈ ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണത്തിലൂടെ മാത്രമേ കൃത്യമായൊരു അതിലൊരു കൃത്യത വരികയുള്ളൂ. മാത്രമല്ല, ഇതിൽ ഇത്രയും കാലം ഈ ഒരു പരാതി ഉന്നയിച്ചു വന്ന, ഈ ഒരു വിവാദം ഉയർത്തിക്കൊണ്ടുവന്ന ആള് തന്നെയാണ് ഇതിൽ ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതടക്കം. കാരണം അദ്ദേഹത്തിന്റെ പെങ്ങളുടെ വീട്ടിൽ നിന്നാണ് ഈ സാധനം, ഈ ഒരു പീഠമടക്കം കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്നടക്കമുള്ള ഒരു വിലയിരുത്തൽ ഈ ഒരു ഇടത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും. മാത്രമല്ല, ഇതൊരു കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണ സംഘം ഇതിന്റെ മറ്റ് തലങ്ങളെല്ലാം അന്വേഷിച്ചതിന് ശേഷമായിരിക്കും ഇതിലൊരു വ്യക്തത വരികയുള്ളൂ. ടോം, യെസ്, എന്തായാലും ഹൈക്കോടതി നിയോഗിച്ച റിട്ടയർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൽ ഇക്കാര്യങ്ങൾ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.